ഹലോ ഗായ്സ്, ദിസ് ഇസ് അഫ്സൽ അലയൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിവിടെ വന്നത് പോളണ്ടിൻ്റെ പുതിയ റൂൾസിനെ കുറിച്ച് പറയാനാണ്. പോളണ്ടിൽ ഒരുപാട് റൂൾസുകൾ മാറിയിട്ടുണ്ട്. ഇമിഗ്രേഷൻസിന് ഒന്നും എതിരല്ല ഈ റൂൾസുകളൊന്നും. ശരിക്കത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഈ നിയമങ്ങൾ മാറിയത് മൊത്തം ഈ ഒരു പോളണ്ടിൻ്റെ രാജ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ ഇവിടെ നിൽക്കുന്നവർക്ക് ഇത് ഒരിക്കലും ഇത് എഫക്റ്റ് ആകുന്നില്ല. നമ്മൾ വർക്ക് പെർമിറ്റ് ഉള്ള കമ്പനി കറക്റ്റായിട്ട് ടാക്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി നമുക്ക് പിന്നെ വിസ അടിക്കുകയുള്ളൂ. അതും 4666 സ്ലോട്ടി നമുക്ക് സാലറി കാണിക്കുകയും വേണം. അത് പിന്നെ ഒരു മാസത്തിൽ 300 മണിക്കൂർ അല്ലെങ്കിൽ 320 മണിക്കൂർ പണിയെടുത്തിട്ടുള്ളതല്ല പറയുന്നത്. 160ഓളം മണിക്കൂർ പണിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സാലറി കിട്ടണം. ആ ഒരു വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നമുക്ക് വിസ അടിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ ഒരു ടൈം, ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വിസ കിട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ ആൾക്കാർക്ക് വിസ കിട്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരൊന്നും ഇപ്പോൾ വർക്ക് പെർമിറ്റ് ചെയ്തവരല്ല. കുറേ മുമ്പ് വർക്ക് പെർമിറ്റ് ചെയ്തിട്ട് ലക്കി ഡ്രോയിൽ ഇട്ടിട്ട് അതൊരു 50-50 ചാൻസ് ആണ്. ഒരു ലക്കി ഡ്രോ തന്നെ അത്രയും ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതിന് പിന്നെ ലക്കി ഡ്രോ വഴി നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് VFSC പോയി അവിടുന്ന് സബ്മിറ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പഴയമാതിരി അത്രയും റിജക്ഷൻ ഇല്ല. കാരണം നമ്മൾ നല്ലൊരു സ്കിൽഡ് വിസയിൽ കൊടുക്കുക. സ്കിൽഡ് വിസയിൽ കൊടുത്താൽ മാത്രമാണ് അങ്ങനെ കിട്ടുന്നുള്ളൂ. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പോളണ്ടിലേക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ലാസ്റ്റ് വരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ പിന്നെ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്, ഞാൻ പോളണ്ടിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന്. ഇവരൊന്നും ഈ ഒരു കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഒന്നും അന്വേഷിക്കുന്നില്ല. ഇപ്പോൾ പോളണ്ടിൻ്റെ സിറ്റുവേഷൻ എന്താണ് അവിടുത്തെ അവസ്ഥ, ഇതൊന്നും നോക്കുന്നില്ല. ഏതെങ്കിലും കമ്പനി വന്നുകൊണ്ട് വർക്ക് പെർമിറ്റ് ഉണ്ട് പോളണ്ടിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലങ്ങ് കയറി പോവുകയാണ്. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് കൊടുക്കുകയാണ്. പക്ഷേ ഇതൊന്നും അന്വേഷിക്കുന്നില്ല. ഇപ്പോൾ അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടിയും കാലം കഴിഞ്ഞ് അത് ശരിയാവും. അപ്പോൾ ആ ശരിയായിട്ട് മാത്രം കൊടുക്കുക. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ നോക്കുക. അതല്ലെങ്കിൽ ഇത്രയും പൈസ കൊടുത്തിട്ടാണ്, ചിലപ്പോൾ 2,00,000 രൂപ കൊടുത്തിട്ട് അവിടെ പെൻഡിങ് കിടക്കും. നിങ്ങളിത് എവിടെയെങ്കിലും കടം മേടിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങൾ നോക്കേണ്ടി വരും. ഈ പൈസ പിന്നെ കിട്ടൂല്ല. നിങ്ങൾ വർക്ക് പെർമിറ്റിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പലരും പറയും വർക്ക് പെർമിറ്റ് ഇത്രയായി, അതുകൊണ്ട് തരാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളിലായിരിക്കും പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ഇപ്പോൾ വർക്ക് പെർമിറ്റ് വളരെ കുറവാണ്. അപ്പോൾ ഈ പുതുതായിട്ട് കൊടുക്കണം എന്ന് നമ്മൾ പറയില്ല. കാരണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരാൾ തരികയാണെങ്കിൽ, അതായത് ഏതെങ്കിലും കമ്പനിയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല വെബ്സൈറ്റുകളുണ്ട്, ആ വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്തിട്ട് അതും 1000 ആൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1000 ആൾക്കും കിട്ടുമൊന്നുമില്ല. 1000 ആൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 ആൾക്കൊക്കെ കിട്ടുള്ളൂ. അതിന് നമുക്ക് നമ്മളേതായ ഒരു സ്കില്ല് വേണം. ആ സ്കില്ല് ഇവിടെ നന്നായിട്ട് ജോബ് ഉണ്ടാവണം, എന്നാലൊക്കെ കിട്ടുള്ളൂ. അതിനുള്ള വേക്കൻസി ഉണ്ടെങ്കിലൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുക. എന്നാൽ നിങ്ങൾക്കൊരു വർക്ക് പെർമിറ്റ് കിട്ടും. ആ വർക്ക് പെർമിറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ലക്കി ഡ്രോയിൽ ഇട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ റേറ്റിന് നിങ്ങൾക്ക് വെറും പിന്നെ ആ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന ഒരു എമൗണ്ടും അതേപോലെ VFSC പോകുന്ന ഒരു എമൗണ്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും ഇതൊക്കെ ചിലവാകുള്ളൂ. ഒരു 1,00,000 ഉള്ളിൽ ചിലവാകുള്ളൂ. ആ ഒരു പൈസക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. അതല്ലാതെ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ടൈമിൽ ഒരു വർക്ക് പെർമിറ്റ് എടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ആ അപ്പോയിൻമെൻറ്റ് കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ലത് വേറെ ഏതെങ്കിലും കൺട്രികൾ ചെയ്യാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്കൊരു 24-25 വയസ്സിൻ്റെ താഴെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റഡീസ് തന്നെയാണ്. നിങ്ങൾക്കൊരു 60% മാർക്ക് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രിയിലോട്ട്, ഇപ്പോൾ ലാറ്റ്വിയയിൽ ചിലപ്പോൾ വർക്ക് പെർമിറ്റ് പാർട്ട് ടൈമിൻ്റെ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് നമുക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കയറി പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ച് സ്ട്രഗ്ലിംഗ് പീരിയഡ് ഉണ്ടാവും. സ്ട്രഗിൾ ചെയ്യാതെ എവിടെയും എങ്ങോട്ടും ആരും എത്തിയിട്ടില്ല. ആ സ്ട്രഗ്ലിംഗ് പീരിയഡ് ഉണ്ടാവും. അത് നോക്കി കറക്റ്റായിട്ട് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്കും കിട്ടും. അവിടെ കിട്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അവിടുത്തെ എല്ലാവരും നാട്ടിന് പൈസ അയച്ചിട്ടൊന്നുമല്ല, എല്ലാവരും പണിയെടുത്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ നിൽക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഏതെങ്കിലും രാജ്യത്തേക്ക്, നമുക്ക് ഏത് രാജ്യത്തേക്ക് പോകാൻ പറ്റും നോക്കിയിട്ട് ആ രാജ്യത്തോട്ട് എങ്ങനെയല്ലോ നമ്മളെ മാർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബെറ്റർ കിട്ടുമെങ്കിൽ ബെറ്റർ പോവുക. അതല്ലെങ്കിൽ ഏത് രാജ്യം നോക്കിയിട്ട് സ്റ്റഡീസിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോഴത്തെ ഒരു 25-26 വയസ്സിൻ്റെ അടിയിലോട്ടുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ലത് സ്റ്റഡീസാണ്. വർക്കിനെ കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത്. കാരണം നിങ്ങളെ ഏജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പഠിക്കേണ്ട ഒരു ടൈമാണ്. പിന്നെ ചില ആൾക്കാരൊക്കെ 21-20 വയസ്സിലൊക്കെ വർക്ക് വിസക്ക് വരുന്നുണ്ട്. ഈ 21 വയസ്സും 20 വയസ്സിലൊക്കെ നിങ്ങൾ വർക്ക് വിസക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് റിജക്ഷൻ ആയിരിക്കും. കാരണം അവർക്ക് കണ്ടാൽ തന്നെ അറിയാം ഇവൻ ഇങ്ങോട്ട് വർക്കിനല്ല വരുന്നത്, ഇവൻ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനാണ് വരുന്നതെന്നുള്ളത് ആ ഒരു പ്രൊഫൈൽ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ എന്തായാലും നിങ്ങളെ റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക, ഒരു 25 വയസ്സൊക്കെ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ സ്റ്റഡീസിന് പോരുക. സ്റ്റഡീസിന് പോന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല.
വർക്കിലേക്ക് ആ ഒരു ടൈമിലേക്കൊക്കെ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കണ്ടാൽ നമ്മൾ പ്രൊഫൈൽ കണ്ടാൽ അറിയാം ഇവൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ല, മൈഗ്രേഷനാണ് ഉദ്ദേശം എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ റിജക്ഷൻ വരും. 21 വയസ്സ് 20 വയസ്സ് പ്രശ്നമാണൊക്കെ പറഞ്ഞിട്ട് പകുതി ആൾക്കാരും അങ്ങനെ പറയുന്നവർ, എനിക്ക് തോന്നിയിട്ടില്ല അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. അവർക്ക് പഠിക്കാൻ പോവാതെ എങ്ങനെയും വർക്ക് ചെയ്യണം, അതല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അവരെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാലോ ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ പകുതി ആൾക്കാരും എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വരുന്നത്. പക്ഷേ നിങ്ങളൊരു വെയർ ഹൗസിലേക്കോ അതല്ലെങ്കിൽ ഒരു അൺസ്കിൽഡ് കാറ്റഗറിയിലോട്ടോ ആണ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നതെങ്കിൽ ഉറങ്ങാൻ ടൈം കിട്ടൂല. ഉറങ്ങാൻ ടൈം കിട്ടാത്തവൻ എവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യും? ഇതായിരിക്കും അവസ്ഥ. അപ്പോൾ നോർമലി നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ ഒരു ഏജിൽ മാക്സിമം നമുക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക. എന്തെങ്കിലും സ്കില്ല്. ആ സ്കില്ല് വെച്ചിട്ട് നമ്മൾ ജോലിക്ക് നോക്കുക. കാരണം നമ്മൾ ഇവിടുത്തെ ആൾക്കാർ ഒരു അൺസ്കിൽഡ് കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിക്കാൻ എന്തെങ്കിലും പോയിട്ട് വേറെ എന്തെങ്കിലും ആവും. അതിൻ്റെ ഇടയിൽ ഒരു പാർട്ട് ടൈം ജോബാണ്. നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോബൊക്കെ അൺസ്കിൽഡ് ആയിട്ട് ഇപ്പോൾ സ്റ്റഡീസിന് വരുന്ന ആൾക്കാർ ഇവിടെ പല ആൾക്കാരും പറയാൻ ക്ലീനിങ് ആണ്, അതല്ലെങ്കിൽ അവരിവിടെ പാത്രം കഴുകിയിട്ടല്ല ജീവിക്കുന്നത്. അവർ പഠിക്കുന്നുണ്ട്. അവരെ പാർട്ട് ടൈം ജോബാണിത്. അവർ പഠിക്കുന്നുണ്ട് ഇതിൻ്റോടൊപ്പം. അവരെ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നല്ലൊരു വൈറ്റ് കോളർ ജോബോ അല്ലെങ്കിൽ നല്ലൊരു ജോബോ നോക്കി പോവും. അല്ലാതെ ഡെയിലി ഇത് വന്നുങ്ങാണ്ട് പാത്രം കഴുകലല്ല അവരെ പണി. അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ തെറ്റിദ്ധാരണയാണ്. അത് ഇവിടുത്തെ ആൾക്കാർ അവരെ മക്കളും ചെയ്യുന്ന പണി തന്നെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു പണി എടുക്കുക, ഡെലിവറി ഓടാൻ പോവുക. നമ്മൾ തന്നെ കാണുമ്പോൾ ഞാനൊന്നും വർക്കിന് പോകുന്നില്ല. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയോട് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ പോലീസുകാരൊക്കെ ബാഗ് ഇട്ടിട്ട് അല്ലെ പെൺപിള്ളേരൊക്കെ ബാഗ് ഇട്ടിട്ട് സൈക്കിൾ ഓടിച്ചു പോകുന്നു, ഡെലിവറി ഓടിയും കൊണ്ട്. ഈ രാജ്യം വർക്കിനൊരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. നമ്മളവിടെ എന്തെങ്കിലും പണി എടുത്തു കഴിഞ്ഞാൽ ആ പണി അത് അങ്ങനെയാണ്, അതിങ്ങനെയാണ്, പിന്നെ അവർ ആ പണിയല്ലേ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാ പണിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. പണിയെടുത്താൽ മതി, വർക്ക് എടുത്താൽ മതി, അത്രയേ ഉള്ളൂ. 20 വയസ്സിലൊക്കെ ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റഡീസ് തന്നെയാണ്. 20 വയസ്സായ ആൾക്കാർ വന്നിട്ട് ടൂറിസ്റ്റ് വിസ കിട്ടുമോ, ബിസിനസ് വിസ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. ഇവർക്കൊന്നും കിട്ടൂല. കാരണം 20 വയസ്സായ ആൾ നമുക്കൊരു ഹിസ്റ്ററി പോലും ഇല്ല. വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ടുള്ള ഒരു ഹിസ്റ്ററി പോലും ഇല്ലാതെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ജോലിയില്ല, ഒന്നുമില്ല. നമ്മൾ ഒരു പ്ലെയിൻ പാസ്പോർട്ട് കൊണ്ട് ചെല്ലുകയാണ്. എനിക്ക് ടൂറിസ്റ്റ് വേണം യൂറോപ്പിലേക്ക് എന്ന് പറയുമ്പോൾ അത് കൊടുക്കൂല. അത് കണ്ടാൽ തന്നെ അറിയാം നമുക്കത് മൈഗ്രേഷൻ ആണെന്നുള്ളത്. കാരണം അവന് വേറെ രാജ്യത്തും പോയിട്ടുണ്ടാവില്ല, ഒരു ടൂറിസ്റ്റ് വിസയിൽ പോയിട്ടുണ്ടാവില്ല. അങ്ങനെ അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് ടൂറിസ്റ്റ് വിസകളൊക്കെ അടിച്ച് നമ്മൾ ദുബായിലും അതല്ലെങ്കിൽ തായ്ലൻഡും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നമുക്കൊരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഓ ഇവനൊരു ട്രാവലറാണ്, അപ്പോൾ അടിച്ചേക്കാം എന്നുള്ളൊരിത് വരും. ഇത് ഫസ്റ്റായിട്ട് പാസ്പോർട്ട് എടുക്കുന്ന തന്നെ യൂറോപ്പിലേക്ക് ടൂറിസ്റ്റ് വിസ ഒക്കെ കൊടുക്കാനായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കുക. ടൂറിസ്റ്റ് വിസക്ക് ഒന്നും വന്നുങ്ങാണ്ട് ഇവിടെ ഈ ഒരു ചെറിയൊരു ഏജിൽ സ്ട്രഗിൾ ചെയ്യരുത്. നല്ല പ്രോപ്പറായിട്ടുള്ളൊരു വിസക്ക് വരിക. ഇപ്പോൾ വർക്ക് പെർമിറ്റ് അടിച്ച് പല രാജ്യങ്ങളും അടിക്കുന്നുണ്ടല്ലോ. നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ അടിക്കണുള്ളൂ. അല്ലാതെ വെയർ ഹൗസ് അങ്ങനത്തേലൊന്നും പോവുകയും ചെയ്ത് പണിയെടുത്ത് കഷ്ടപ്പെടുകയുള്ളൂ വെയർ ഹൗസിലൊക്കെ പോയി കഴിഞ്ഞാൽ. അതിനേക്കാൾ നല്ലത് ഈ ഒരു പ്രായത്തിൽ നമ്മൾ 2 വർഷം അല്ലെങ്കിൽ 1 വർഷം അല്ലല്ലോ പണിയെടുക്കുന്നത്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 20 വയസ്സെന്ന് പറഞ്ഞ ഒരു ശരാശരി മനുഷ്യൻ്റെ ആയുസ് കൂട്ടിക്കഴിഞ്ഞാൽ ഇനി പണിയെടുക്കാൻ എത്ര കിടക്കുന്നു. അപ്പോൾ ഈ ഒരു ജോബ് ഒരു സ്കില്ലും ഇല്ലാതെ നമ്മൾ ഈ വെയർ ഹൗസിലും അവിടെ ഇവിടെയൊക്കെ പണിയെടുത്തു കഴിഞ്ഞാൽ ഈ അത്രയും വർഷം നിങ്ങൾ ആ ഒരു പണി തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുക. എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നല്ലൊരു സ്കില്ല് പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഏത് സ്കില്ലിനും അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ടെർമിനേറ്റ് ചെയ്യും, അപ്പോൾ അടുത്ത ജോലിക്ക് പോകും. ആ ജോലി കുറച്ച് കാലം ആ കമ്പനിക്ക് വേണ്ടി വരും, അവിടുന്ന് ടെർമിനേറ്റ് ചെയ്യും, അങ്ങനെ പോകും. ഒന്നും ഉണ്ടാവില്ല. ലൈഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പൂജയായിരിക്കും. നല്ലൊരു വിസയിൽ മാത്രമായിട്ട് വരിക എല്ലാവരും. ആ ഒരു വിസയിൽ മാത്രം വന്നാൽ മതി. ഈ നിയമങ്ങളൊക്കെ വന്നിട്ടുള്ളത് പോളണ്ടിലെ ആൾക്കാർക്കുള്ളതാണ്. അതായത് പോളണ്ടിലെ ആൾക്കാരെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അതിവിടുത്തെ സിറ്റിസൺ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, അതിനുവേണ്ടി മാത്രമാണ് ഈ നിയമം. ഇവിടെ ഇല്ലീഗലായിട്ട് ആരും വേണ്ട എന്നുള്ള രീതിയിലാണ് ഈ ഒരു നിയമം വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരികയാണെങ്കിൽ പ്രോപ്പർ നിങ്ങളൊരു പോളണ്ട് വിസയിലാണ് വരുന്നതെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട, വരാം. നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് ആ വർക്കിന് നിങ്ങൾക്ക് TRCക്ക് കൊടുക്കാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റഡി വിസ, ഒരുപാട് ആൾക്കാർ സ്റ്റഡി വിസക്കൊക്കെ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് നിയമം മാറിയില്ലേന്ന്. സ്റ്റഡി വിസക്ക് ഒരു കുഴപ്പമില്ല. സ്റ്റഡി വിസയിൽ സുഖമായിട്ട് നിങ്ങൾ കയറി വന്നോളും, ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക്. സ്റ്റഡി വിസയിൽ നിങ്ങൾ ഇവിടെ വരുന്നു, ഇവിടെ പഠിക്കുന്നു, പാർട്ട് ടൈമിന് പോകുന്നു, പണിയെടുക്കുന്നു, സ്റ്റഡീസിന് പോകുന്നു. അത് നിങ്ങളെ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് TRC കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് ഇവിടുത്തെ നിയമപ്രകാരം ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ഉണ്ട്, നമുക്ക് ബാങ്കിൽ പൈസ കാണിക്കേണ്ട ഒരു കാര്യം വന്നിട്ടുണ്ട്. വേറെ രാജ്യങ്ങളിൽ അങ്ങനെയല്ല.
ജർമ്മനിയിലൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് കാണിക്കണം. അത് ഫേക്ക് കാണിക്കാതിരിക്കുന്നു, നോർമലായിട്ടുള്ള പൈസ കാണിക്കുന്നു, നിങ്ങൾ TRC കൊടുക്കുന്നു, അങ്ങനെ റിജക്ഷനൊന്നും വരുന്നില്ല. അത് മെയിനായിട്ട് ആ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് കുറച്ച് റിജക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെയും കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അക്കോമഡേഷന് അങ്ങനെയുള്ള കാര്യങ്ങൾ, അഡ്രസ്സ് കൊടുക്കുന്നത്, വക്കീൽ ചിലവരൊന്നും കൊടുക്കലില്ല. ഈ കുറേ കാര്യങ്ങൾ അങ്ങനെ വന്ന പോലെയൊക്കെ എനിക്കറിയാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങളൊരു പോളണ്ട് വിസയിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ നിയമങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. ആ നിയമം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ പോളണ്ടിൻ്റെ ഇപ്പോഴത്തെ ഒരു നിയമത്തിൽ വന്ന ഒരുപാട് ചേഞ്ചുകൾ. ഇതിൽ ഞാൻ പറയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇനി കാണുന്നവരേക്കും ബൈ.